തൊണ്ണൂറുകളിൽ ബോളിവുഡിലെ താരറാണിയായിരുന്നു കരിഷ്മ കപൂർ. ചെറുപ്രായത്തിലെത്തി തിരക്കുള്ള നായികയായി പേരെടുത്ത താരമാണ്. താരകുടുംബങ്ങളിൽ നിന്നും ആൺകുട്ടികൾ അഭിനയിക്കുന്ന പതിവുണ്ടായിരുന്നെങ്കിലും പെൺകുട്ടികൾ സിനിമയിൽ കരിയർ സൃഷ്ടിക്കുന്നത് തുടക്കമിട്ടത് കരിഷ്മയായിരുന്നു. ബോളിവുഡ് നടിയെന്ന നിലയിൽ വൻ വിജയമാകാനും കരിഷ്മയ്ക്ക് സാധിച്ചിരുന്നു. കരിഷ്മ നേടിയ ഈ വിജയമാണ് അനുജത്തിയായ കരീന കപൂറിനും തുടർന്നെത്തിയ തലമുറയിലെ നായികമാർക്കും വഴി എളുപ്പമാക്കിയത്. സിനിമയിൽ വലിയ കരിയർ കെട്ടിപ്പടുക്കാൻ സാധിച്ചെങ്കിലും കരിഷ്മയുടെ വ്യക്തിജീവിതം പ്രശ്നങ്ങൾ നിറഞ്ഞതായിരുന്നു. അഭിഷേക് ബച്ചനുമായുണ്ടായിരുന്ന പ്രണയം വിവാഹത്തിന്റെ വക്കോളമെത്തിയ ശേഷമായിരുന്നു വേണ്ടെന്ന് വെക്കുന്നത്. ഇതിനെല്ലാം ശേഷമായിരുന്നു ഡൽഹി സ്വദേശിയായ ബിസിനസ്സുകാരൻ സഞ്ജയ് കപൂറുമായുള്ള കരിഷ്മയുടെ വിവാഹം. 10 വർഷക്കാലം നീണ്ടുനിന്ന ഈ ദാമ്പത്യത്തിൽ കാര്യമായ നല്ല ഓർമ്മകളൊന്നും തന്നെ കരിഷ്മയ്ക്ക് ഉണ്ടായിരുന്നില്ല. ബോളിവുഡ് കണ്ട എക്കാലത്തെയും വലിയ വിവാദങ്ങളിലൊന്നായിരുന്നു കരിഷ്മയുടെ വിവാഹമോചനം. അതിന് കാരണമായത് കോടതിയിൽ ഭർത്താവായ സഞ്ജയിനെതിരെ കരിഷ്മ നടത്തിയ വെളിപ്പെടുത്തലുകളായിരുന്നു. സഞ്ജയ് നിരന്തരം തന്നെ മർദ്ദിക്കുമായിരുന്നുവെന്ന് കരിഷ്മ കോടതിയിൽ ആരോപിച്ചു. കൂടാതെ സഞ്ജയുടെ അമ്മയിൽ നിന്നും പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നതായും കരിഷ്മ പറഞ്ഞിട്ടുണ്ട്. ഹണിമൂണിനിടെ പോലും തന്നെ മർദ്ദിച്ചിരുന്നുവെന്നും ഹണിമൂൺ സമയത്ത് തന്റെ സുഹൃത്തുക്കളുമായി കിടക്ക പങ്കിടാൻ ഭർത്താവായ സഞ്ജയ് നിർബന്ധിച്ചിരുന്നുവെന്നും കരിഷ്മ വെളിപ്പെടുത്തി. എതിർത്തപ്പോൾ തന്നെ ക്രൂരമായി മർദ്ദിച്ചതായും സുഹൃത്തുക്കളോട് തന്റെ വില എത്രയാണെന്ന് പറഞ്ഞതായും കരിഷ്മ വെളിപ്പെടുത്തി. ഭർത്തൃമാതാവിൽ നിന്നും ക്രൂരമായ പീഡനമാണ് നടിക്ക് ലഭിച്ചത്. കരിഷ്മയെ വിവാഹം ചെയ്യും മുമ്പ് സഞ്ജയ് മറ്റൊരു വിവാഹം ചെയ്തിരുന്നു. താനുമായുള്ള വിവാഹബന്ധം നിലനിൽക്കെ തന്നെ മുൻ ഭാര്യയുമായി സഞ്ജയ് അടുപ്പം കാത്തുസൂക്ഷിച്ചെന്നും ഇരുവരും ഒരുമിച്ചായിരുന്നു താമസമെന്നും കരിഷ്മ വെളിപ്പെടുത്തി. 2003 സഞ്ജയുമായി ആരംഭിച്ച ദാമ്പത്യ ബന്ധത്തിന് 2012 അവസാനമായെങ്കിലും വിവാഹമോചനത്തിന് ശേഷം മറ്റൊരു വിവാഹബന്ധത്തിലേക്ക് പോകാൻ കരിഷ്മ തയ്യാറായില്ല. നീണ്ട ഇടവേളയ്ക്ക് ശേഷം താരം അഭിനയത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്തിരുന്നു. TV ഷോകളിലും വിധികർത്താവായും താരം സാന്നിധ്യം അറിയിക്കുകയും ചെയ്തിരുന്നു.